ജയിലിൽ നിന്നും മോചിതനാകാനിരുന്ന ഇവന്റെ ചെവിയിലേക്ക് ഒരുത്തൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് രഹസ്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലും എന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ ശ്രദ്ധ മാറിയ നിമിഷം ഫ്രാങ്ക് ശക്തമായി തിരിച്ചടിച്ചതോടെ ആകെ ബഹളമായി. ആക്രമിച്ച രണ്ടുപേരെയും ഗാർഡുകൾ പിടികൂടിയെങ്കിലും പരിക്കേറ്റ ഫ്രാങ്ക് ബോധരഹിതനായി. 4 ദിവസത്തിനു ശേഷം ഉണർന്ന ഫ്രാങ്കിനോട് ആക്രമിച്ചവർക്ക് വെറും 7 ദിവസത്തെ ശിക്ഷയെ കിട്ടിയുള്ളൂ എന്നും അവർ വീണ്ടും വരുമെന്നും കൂട്ടുകാരനായ ജാക്ക് മുന്നറിയിപ്പ് നൽകി. ദിവസങ്ങൾക്ക് ശേഷം സുഖം പ്രാപിച്ച ഫ്രാങ്കിന് ഇനി 2 മാസം കൂടി ജയിലിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ജാക്ക് പറഞ്ഞതുപോലെ ആ ഗുണ്ടകൾ വീണ്ടും എത്തി. ഇത്തവണ ഒരു ഗാർഡ് തന്നെ ക്യാമറകൾ ഓഫാക്കി അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു. ഇടത്തുണ്ടായിരുന്ന കട്ടപ്പൊക്കക്കാരന്റെ കയ്യിൽ ആയുധമില്ലായിരുന്നു. നടുവിലുണ്ടായിരുന്നവന്റെ കയ്യിൽ ബ്രാസ് നെക്കിൾസും വലത്തുണ്ടായിരുന്നവന്റെ കയ്യിൽ സ്ക്രൂ ഡ്രൈവറും ഉണ്ടായിരുന്നു. ഏറ്റവും അപകടകാരിയായ വലത്തുള്ളവനെ ഫ്രാങ്ക് ആദ്യം തന്നെ ആക്രമിച്ച് സ്ക്രൂ ഡ്രൈവർ തട്ടിക്കളഞ്ഞു. പക്ഷേ പെട്ടെന്ന് മറ്റവൻ പുറകിലൂടെ വന്ന് ഫ്രാങ്കിനെ പൂട്ടിപ്പിടിച്ചു. അവർ ഫ്രാങ്കിനെ ക്രൂരമായി മർദ്ദിക്കുകയും തലയിൽ പ്ലാസ്റ്റിക് കവർ വലിച്ചു കെട്ടി ശ്വാസം മുട്ടിക്കാൻ നോക്കുകയും ചെയ്തു. ആ പോരാട്ടത്തിനിടയിൽ ഫ്രാങ്കിന്റെ കയ്യിൽ ആ സ്ക്രൂ ഡ്രൈവർ തടഞ്ഞു. അതുകൊണ്ട് അയാൾ ഇരുട്ടിൽ പൂട്ടി കുത്തിയതോടെ കളി മാറി. രണ്ടുപേരെ അയാൾ പെട്ടെന്ന് വീഴ്ത്തി മൂന്നാമന്റെ കഴുത്തൊടിച്ചു. ചോര മരവിച്ചു നിന്ന ഗാർഡിനെയും ബാക്കിയുണ്ടായിരുന്നവനെയും ഫ്രാങ്ക് തല്ലിച്ചതച്ചു. നിമിഷങ്ങൾക്കകം കഥ മാറി. പിന്നീട് ചോരയൊലിപ്പിച്ച് പേടിച്ചോടി വന്ന ഗാർഡ് വാതിൽ തുറക്കാൻ നിലവിളിച്ചു. മറ്റ് ഗാർഡുകൾ ഉള്ളിലേക്ക് ഓടിക്കയറി അവിടെയുണ്ടായിരുന്ന ഗുണ്ടയെ തല്ലിയൊതുക്കി. എന്നാൽ പുറത്തേക്ക് ഓടിയ ആ ഗാർഡ് പെട്ടെന്ന് കൂടെയുള്ളവനെ അടിച്ചു വീഴ്ത്തി അവന്റെ അരയിൽ നിന്നും ജയിലിന്റെ താക്കോൽക്കൂട്ടം കൈക്കലാക്കി മുഖത്തെ ചോര തുടച്ചു. സത്യത്തിൽ അത് ഗാർഡല്ലായിരുന്നു. അടിപിടിക്കിടയിൽ ഗാർഡിന്റെ യൂണിഫോം ഇട്ട് വേഷം മാറിയ ഫ്രാങ്ക് ആയിരുന്നു അത്. അങ്ങനെ ഫ്രാങ്ക് അതിബുദ്ധിപരമായി ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു.